ജോലിക്ക് പോകാൻ പറ്റാതെ റിഗ്രറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് ഇന്നലെ ഒരൊറ്റ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടാ. അങ്ങനെ ഇപ്പൊ നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. സാലറി എന്ന ഒരൊറ്റ സാധനം മാത്രമാണ് ജോലിക്ക് പോകുമ്പോൾ ആകെ കൂടി കിട്ടുന്ന പോസിറ്റീവ് ഫാക്ടർ എന്നത് ഒഴിച്ചാൽ ഈ പോക്ക് നമുക്ക് വലിയ സുഖമുള്ള സംഭവം ഒന്നും അല്ലാട്ടാ. അല്ലെങ്കിൽ പിന്നെ നാളെ എനിക്ക് ജോലിക്ക് പോവാലോ എന്നാലോചിച്ച് തുള്ളിച്ചാടാൻ പറ്റിയ എന്തേലും ഒരു ഫാക്ടർ നമ്മുടെ ജോബിന് വേണം. ലൈക്ക് വളരെ ഒത്തൊരുമയുള്ള കൊളീഗ്സ്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു കിട്ടിയ നമ്മുടെ ഡ്രീം ജോബ്, അതും അല്ലെങ്കിൽ വർക്ക് പ്രഷർ ഒന്നും ഇല്ലാത്തൊരു എൻവയോൺമെന്റ്. സമാധാനമായിട്ട് പണിയെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമുക്ക് ചിലപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ പലതും തോന്നും. ഒരു ആവശ്യത്തിന് ചാടി കയറി പുറപ്പെട്ട ഒരു ജോലിക്ക് പോയാൽ തിരിച്ചും തോന്നും. വേറൊരാൾ അണ്ടറിൽ പണിയെടുക്കുമ്പോൾ ഫ്രീഡം എന്നതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ്. നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുമായിരിക്കും, പക്ഷെ മറ്റു ചില ഫ്രീഡംസ് അതങ്ങോട്ട് പോകും. ഫാമിലിയിൽ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ് കൂടാൻ പറ്റൂല, നമുക്ക് വയ്യെങ്കിലും നമ്മൾ ജോലിക്ക് പോകേണ്ടി വരും. ഇതൊക്കെ പോട്ടെ, നമ്മളെ മക്കൾക്ക് വയ്യാതായാലോ നോക്കാൻ വേറൊരാളുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ നോക്കണ പോലെ ആവോ? 100,000 ചിന്തകളാവും മനസ്സിൽ. വീടിന്റെ സന്തുലിതാവസ്ഥക്ക് കോട്ടം സംഭവിച്ചാലേ പിന്നെ അതൊരു വീടാവൂല. എന്നിരുന്നാലും വീടും ജോലിയും ഫാമിലിയും ഈക്വലി മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ട്ടാ. ദാറ്റ് ഈസ് ഡെഡിക്കേഷൻ. ആന്ന് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് മൾട്ടി ടാസ്കിംഗ് വിമൻ ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. ജോലിക്കൊന്നും പോകാതെ മക്കളെ ഹസ്ബൻഡിനെ നോക്കി നല്ലൊരു ഫാമിലി എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നതും വലിയൊരു ടാസ്ക് തന്നെയാണ്. അതിന് വേണമെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് ചെറിയൊരു സാലറി വാങ്ങിച്ചോ, പിടിച്ചു വലിച്ചു വാങ്ങിച്ചോ. സത്യം പറഞ്ഞാല് നിങ്ങൾക്ക് ആർക്കും ജോലിക്ക് പോകണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഒരു അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എക്സ്ക്യൂസസ് ഒക്കെ അവഗണിച്ച് നിങ്ങൾക്ക് ജോലിക്ക് പോകാമല്ലോ. അപ്പൊ ഒന്നും ഒരു എക്സ്ക്യൂസ് ആയിട്ട് വരൂല. ഈ പണിക്ക് പോണ ലേഡീസ് ഒക്കെ അത്രയും ബുദ്ധിമുട്ടി തന്നെ ഉണ്ട് പോണത്. എന്തൊക്കെ വന്നാലും നമ്മൾ ഒന്ന് നോക്കിയാൽ മതി, സമാധാനം ഉണ്ടോന്ന്. സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്താ അല്ലേ.